ഒന്നും പറയേണ്ട മക്കളെ, ഫുൾ കൈ നിറയെ സമ്മാന പെരുമഴയുടെ ഒരു ഗ്രാൻഡ് മീറ്റപ്പ് ആയിരുന്നു ഹോം ബേക്കേഴ്സ് സൗഹൃദ കൂട്ടായ്മയുടെ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ബേക്കേഴ്സിന്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. 140 സംതിങ് ആൾക്കാർ നമ്മുടെ മെമ്പേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ എല്ലാവരും കൂടി ആയിട്ട് ഒരു 100-200 പേരിൽ കൂടുതൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബായിട്ടുള്ള ഫങ്ഷനായിരുന്നേ. അത് പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവരുടെയും ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഫങ്ഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഒക്കെ അത്രയും കൈ നിറയെ സമ്മാനങ്ങളായിട്ടാണ് കേട്ടോ എല്ലാ ബേക്കേഴ്സും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ണൂർ വെച്ചിട്ടാണ് കേട്ടോ, കണ്ണൂർ പയ്യാമ്പലം ബീച്ചിനടുത്തുള്ള റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ആ ഒരു മീറ്റപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മീറ്റപ്പ് ഒക്കെ എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ ഹോം ബേക്കേഴ്സ് സൗഹൃദ കൂട്ടായ്മയുടെ ഗ്രാൻഡ് മീറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ 5 കോർഡിനേറ്റേഴ്സും പിന്നെ അഡ്മിനും എല്ലാവരും കൂടി രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെൽക്കം ഡ്രിങ്കും വെൽക്കം സ്നാക്സും പിന്നെ വെൽക്കം കാർഡും ചോക്ലേറ്റ്സും ഒക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ബാക്കി അപ്പോൾ ഒരു മധുരമൊക്കെ ആയതിനു ശേഷം ഓരോ കാര്യങ്ങൾ അതിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമ്മാന പെരുമഴയാണ് കേട്ടോ. അത് വെറുതെ പറഞ്ഞതല്ലാണെന്ന് ഈ കാണുന്ന കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നമുക്കും സർപ്രൈസസ് ഉണ്ട്. പിന്നെ നമ്മൾ വന്ന മീറ്റപ്പിന് പങ്കെടുത്തിട്ടുള്ള എല്ലാ ബേക്കേഴ്സിനും 140 സംതിങ് ബേക്കേഴ്സിനും ഒക്കെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ തന്നത് നമ്മുടെ കൈമ ഗോൾഡും പ്രിസ്റ്റിനും പിന്നെ കേക്ക് സ്പെയറും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സമ്മാന പെരുമഴകളാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഹാപ്പി ആയിരുന്നു എല്ലാ ബേക്കേഴ്സും. ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നുള്ള ആ ഒരു സന്തോഷ പ്രകടനം കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. കുറച്ചധികം ദിവസം നമ്മൾ ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു. മാഷാ അല്ലാഹ് സ്റ്റേജ് ഫുള്ള് എല്ലാം സെറ്റാക്കി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ എത്തിയിട്ടുണ്ട്. വ്ളോഗ് ഫോർ യുവില് നമ്മുടെ നിക്കിയും സജീഷും ആയിരുന്നു. നല്ല അടിപൊളി കപ്പിൾസ് ആണ് കേട്ടോ. അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ടാവും ഓരോ വീഡിയോയിലും അല്ലെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങൾ, റിയൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വീഡിയോയിലൂടെ അവതരിപ്പിച്ച് നമ്മളെ മനം കവർന്ന 2 കപ്പിൾസ് ആണ് ഇവര്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ ചെറിയ സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം വീഡിയോയിലൂടെ കാണിച്ച് ഗ്രൂപ്പിലുള്ളതാണോ? എനിക്ക് തോന്നി. അപ്പോൾ എന്താ പറയാ, ആദ്യം തന്നെ ഈ ഒരു ഗ്രൂപ്പ്, അതായത് ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയാണെന്നല്ലേ പറഞ്ഞില്ലേ, വന്നില്ലേ? അടിപൊളി. ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും വലിയ വിജയം കേട്ടോ. നമ്മുടെ ലൈഫിലെ കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് ഏറ്റവും ലൈഫ്. കാരണം ഈ 3 വർഷം ഹോം ബേക്കേഴ്സ് ആയി എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സന്തോഷം. അതും ഒരു വാട്സപ്പ് കൂട്ടായ്മയില് അറിയാത്ത ഒരുപാട് വിളിച്ചാ മതി. എന്താ എനിക്ക് പിന്നെ ഉണ്ടല്ലോ, ഈ ഓപ്പയെ വിളിക്കുമ്പോ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കാം എന്താ ഇങ്ങനെ വിളിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഞങ്ങള് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ലവ് സ്റ്റോറിയൊക്കെ നമ്മൾ പണ്ടേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ സംസാരിച്ചതിന് ശേഷം കോർഡിനേറ്റേഴ്സിനെ നമ്മളെല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ അടുത്ത് കാണാം കേട്ടോ. അപ്പോൾ എഫേർട്ടും അതിനെക്കുറിച്ച് ഒരാൾ സംസാരിച്ചാലോ അല്ലെ, എന്താണ് എഫേർട്ട് നമ്മൾ അറിയണ്ടേ. ചെറിയൊരു എഫേർട്ട് അല്ല ഇവർ എടുത്തിട്ടുള്ളത്. കാരണം ചെറിയ രീതിയിലുള്ള ഒരു ബ്ലോഗറാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫാമിലി ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ എഫേർട്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഇത്രയും ആൾക്കാരെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുള്ളത്. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഹാപ്പിയാണ്. നമ്മൾ 3 വർഷമായി ഈ ഒരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങിയിട്ട്. പക്ഷെ ഇത്രത്തോളം ഇത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരിയാണ് എല്ലാവരും വന്നിട്ട് നമുക്ക് ഇത്രയും സന്തോഷം ആക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ബേക്കേഴ്സ് ആണല്ലോ. അപ്പോൾ കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു. വ്ളോഗ് ഫോറിയിൽ ഈ കപ്പിൾസ് വന്നതുകൊണ്ട് തന്നെ പിന്നെ പ്രിസ്റ്റിൻ്റെ സാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സും അഡ്മിനും എല്ലാവരും കൂടി നമ്മൾ കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്തു. മാഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചത്. പിന്നെ സ്പെഷ്യലി നമ്മുടെ ആങ്കർ നമ്മൾ കട്ട്
കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രസ്റ്റിൻ്റെ ആൾക്കാരും എല്ലാവരും കൂടെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മളത് കൊടുത്തു. പിന്നെ അങ്ങോട്ടേക്ക് ഒരു പരിപാടിയുടെ ആഘോഷം തന്നെയായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് പാട്ട് കേട്ടിട്ട് തുള്ളാതെ ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല പാട്ടും കാര്യങ്ങളായിരുന്നു. നമ്മുടെ ആങ്കറും നമ്മുടെ ബേക്കേഴ്സിലുള്ള ഒരുപാട് ആൾക്കാർ, ബേക്കേഴ്സും പിന്നെ അവരുടെ ഹസ്ബൻഡ്സും അങ്ങനെ കുറേ ആൾക്കാർ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബാക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആങ്കറും. അപ്പോൾ ആങ്കറിങ് മാത്രമല്ല, പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ കുട്ടികൾ കളിക്കുന്ന കണ്ടില്ലേ. അത്രയും നമ്മുടെ പരിപാടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം. അതിനിടയിൽ നമ്മുടെ ബേക്കേഴ്സ് ഫ്രണ്ട്സ് എല്ലാവരും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ദിവസം പോയത് അറിഞ്ഞേയില്ല. നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ ബേക്കേഴ്സിലുള്ള ഒരാളുടെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഫുഡും കാര്യങ്ങളിലൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ മുട്ടമാലയും ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അൽസിയും അങ്ങനെ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസും ഫോട്ടോസും അങ്ങനെ കൊളാബ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ആഫ്റ്റർ ഫുഡിന് ശേഷം പിന്നെ പറയേണ്ട 2 തരം ഒപ്പനയും അറബിക് ഡാൻസും അങ്ങനെ ഒരുപാട്, നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരല്ല, എല്ലാം ബേക്കേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിത് കണ്ണൂർ വെച്ചാണ് പരിപാടി നടത്തിയതെങ്കിലും കണ്ണൂരുള്ള ആൾക്കാർ മാത്രമല്ല, ഓൾ കേരള ഒരുപാട്, എറണാകുളത്തുനിന്നും ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി ഇത്രയും കളർഫുള്ളാക്കിയത് ഇത്രയും പേര് ഒത്തൊരുമയിൽ നിന്ന് നടത്തിയതുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. അത്രയും നല്ല ഹാപ്പി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു തമാശയും കലയൊക്കെ ആയിട്ടുള്ള ഒരൊപ്പനയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബേക്കേഴ്സിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള ഓരോ തമാശയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അറബിക് ഡാൻസും 2 ടീംസിൻ്റെ ഒപ്പനയും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ തമാശയും കളിയും കാര്യങ്ങളൊക്കെ, പാട്ടും ബഹളും ഒക്കെ ആയിട്ടും പിന്നെ അതുമാത്രമല്ല കസാരക്കളിയും അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു അറിയോ ഈ ഒരു കസാരക്കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും നല്ല ആവേശത്തോടു കൂടി തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോപ്പി റൈറ്റ് ഇഷ്യൂ കാരണം ഈ മ്യൂസിക്കും കാര്യങ്ങളും ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് ട്ടാട്ടോ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബേക്കർ ഫ്രണ്ടിൻ്റെ ഒരു പാട്ടും കാര്യങ്ങളും പിന്നെ നമ്മുടെ എല്ലാവരുടെയും ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ. റീൽസിനും ഷോർട്സിനൊക്കെ വേണ്ടിയിട്ട് ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബേക്കേഴ്സ് ഫ്രണ്ട്സും കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ നമുക്ക് ഇവിടെ പരിചയപ്പെടാനും ഫോട്ടോസ് എടുക്കാനും സെൽഫീസ് എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ ഇടുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, പാട്ടും ഡാൻസും പിന്നെ ഒരുപാട് ഫോട്ടോസും ഒക്കെ ഒരുപാടുണ്ട്. എല്ലാം കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആകുന്നതുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ 6 സ്റ്റാർസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഇതാണ് കേട്ടോ. ഈ 6 പേരാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇത്രത്തോളം ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മളെ സപ്പോർട്ടീവായിട്ട് ഒരുപാട് ബേക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് കോർഡിനേറ്റേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോർഡിനേറ്റേഴ്സിനുള്ള സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റർ മേക്കിംഗ്, നമ്മുടെ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക്, അങ്ങനെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയ ആൾക്കാർക്ക്, അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുന്നതിൻ്റെ ഫോട്ടോസും കുറേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഭാഗം മിസ്സിങ് ആണ്. അപ്പോൾ മിസ്സായ ആൾക്കാരെന്നോട് ക്ഷമിച്ചേക്കും കേട്ടോ. കിട്ടിയതൊക്കെ ഞാൻ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ ഫാമിലിയെ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ആ ഒരു മോർണിംഗ് ടു ഈവനിങ് വരെ നമ്മളായിട്ട് ഒത്തുചേർന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇത്രത്തോളം ഗംഭീരമാക്കാനും പറ്റി. ഇനി നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഇയറിൽ ഇതിനേക്കാളും ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചവൻ ആവതാക്കട്ടെ എന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ വ്ളോഗ് ഫോർ യുവിലെ ആ കപ്പിൾസിന്റെ കുറച്ച് വീഡിയോസ് കണ്ടാലോ. നമ്മൾ അവിടെ പോയി വന്നത് നിങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലെ. ഈ സ്നേഹം വീഡിയോ എടുത്തിട്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അല്ല എന്താ പറയാ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുക ഒരു സ്നേഹം. അതെ, എല്ലാവരും കണ്ടു കഴിയുമ്പോഴുള്ള സ്നേഹത്തോടെയുള്ള വിളി കേക്കല്ല എന്നാ പറയുന്നതിനാ
പിന്നെ ഇത് നമ്മുടെ റുഷയല്ലേ, റുഷേന്റെ ഡ്രീം കേക്ക് ഡ്രീം കേക്ക് ഞാൻ തോന്നുന്നു. എനിക്ക് ഡ്രീം കേക്ക് ഭയങ്കര ആഗ്രഹം പറഞ്ഞിട്ട് ഡ്രീം കേക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു റുഷ. റുഷ. അതെ റുഷ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തതിൽ നമ്മുടെ ഒരു ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഗിഫ്റ്റാണ് കിട്ടിയെന്ന് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കൈമ ഗോൾഡിൻ്റെ റൈസ് ആയിരുന്നു, 1 kg റൈസ്. നോർമലി നമ്മൾ വീട്ടിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ബിരിയാണി റൈസ് കൈമ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ സെയിം ബ്രാൻഡ് തന്നെ നമുക്ക് വീണ്ടും കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ പ്രസ്റ്റിൻ്റെയും ഈ ഒരു നമ്മുടെ ബേക്കേഴ്സ് ഫ്രണ്ടിൻ്റെയും അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ ബേക്കേഴ്സ് ഗ്രൂപ്പിൻ്റെ വകയും എല്ലാ മെമ്പേഴ്സിനും ഉള്ള ഈ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. എല്ലാ മെമ്പേഴ്സിനും ഈ ഒരു 2 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മുടെ കോർഡിനേറ്റേഴ്സിന് മാത്രം, ഇത് കോർഡിനേറ്റേഴ്സിന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ക്യാപ്രലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് കേട്ടോ, ഓരോ ബ്രാൻഡ്സിൻ്റെ ആൾക്കാർ സ്പോൺസർ ചെയ്തതാണ്. ഇത് നമ്മുടെ അഡ്മിൻസ് 2 പേര് കൂടിയിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സിന് മാത്രമായിട്ട് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രസ്റ്റിൻ്റെ ആണ് ഞാൻ ആദ്യം തന്നെ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ പ്രസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പൊടിയാണ്, പിന്നെ നമ്മുടെ സ്പാച്ചില, സ്ക്രീപ്പർ, സിഗ്സാഗ് സ്ക്രീപ്പർ, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 kg വരുന്ന പൗഡറാണ്, അതായത് ചോക്ലേറ്റ് മിക്സ്, നമ്മുടെ കേക്ക് സ്പഞ്ച് ഉണ്ടാക്കാനുള്ള കേക്ക് മിക്സ് ആണ് കേട്ടോ. പിന്നെ ഇത് ഇരിട്ടി ബേക്കേഴ്സിൻ്റെ വക നമുക്ക് കോർഡിനേറ്റേഴ്സ് നമ്മുടെ 5 പേർക്ക് തന്നിട്ടുണ്ടായിരുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഫ്രെയിം. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു നമ്മുടെ ഈ 5 ആ ഒരു സ്റ്റാർസിനെയും 6 സ്റ്റാർസിനെയും നമ്മൾ ഇതുപോലെ ഒറ്റ ഒരു ഫ്രെയിമിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ നമ്മൾ ഈ ഒരു ഫെറോറയും, പിന്നെ അതിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ബൊക്കയും, പിന്നെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രെയിമും, പിന്നെ ഹെയർ ക്ലിപ്പ്, കീ ചെയിൻ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഇൻസ്റ്റാ പേജിൽ. നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റാ ID നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ഫ്രെയിം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ അഡ്മിൻ്റെ വകയായിട്ടാണ്. ഇത് എല്ലാ മെമ്പേഴ്സിനും ഉള്ളതാണ് കേട്ടോ. പലതരം കട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്, കട്ടേഴ്സ്, നോസിൽസ്, പിന്നെ ഇത് നമ്മുടെ വെൽക്കം കാർഡിൻ്റെ കൂടെ ഉണ്ടാകുന്ന ചോക്ലേറ്റ്സ്. അപ്പം ഞാൻ ആ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ 2 അഡ്മിൻസിൻ്റെ വക നമ്മുടെ 5 കോർഡിനേറ്റേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. സർപ്രൈസ് ആയിരുന്നു, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ്. പിന്നെ ആ ഒരു ഇൻസ്റ്റാ പേജിൻ്റെയും ഞാനത് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അവരതും ഒക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇരിട്ടി ബേക്കേഴ്സിൻ്റെയും നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. കോർഡിനേറ്റേഴ്സിന് മാത്രമായിട്ടുള്ളതാണ് അതൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ ബേക്കേഴ്സിനും 140 സംതിങ് ബേക്കേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ്, നല്ല ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാ പേജ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ആ ഫ്രെയിമും കൂടെ വെക്കണമായിരുന്നേ, ഞാനത് വിട്ടുപോയതാണ്. പിന്നെ നമ്മുടെ കൈമയുടെയും എല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് നമുക്ക് ഗ്രൂപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണ്ടേ, നമ്മൾക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാ ഒരുപാട് ഹാപ്പിയായി. ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസും കിട്ടി. ഒരുപാട് ബേക്കേഴ്സിനെ പരിചയപ്പെടാനും ഒരുമിച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഈ വർഷം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മൾ 6 പേർക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാ ഇനി അടുത്ത വർഷവും ഇതിനേക്കാളും മുകളിൽ വലിയ പരിപാടിയാക്കിയിട്ട് ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ബേക്കേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടാവില്ലേ. പിന്നെ നമ്മുടെ ബേക്കേഴ്സിന് കുറേ ആൾക്കാർക്ക് അവരുടെ ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളും, അതായത് അവർക്ക് കൈമയുടെ റൈസും പ്രിസ്റ്റിൻ്റെ വക ഉള്ള ആ ഒരു കേക്ക് മിക്സും, പിന്നെ മൊമെൻറ്റോയും, പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ വകയുള്ള കട്ടറും കാര്യങ്ങളും നോസിൽസും അതൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അങ്ങനെ, പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലെക്സ് തയ്യാറാക്കാൻ, പിന്നെ പോസ്റ്റർ തയ്യാറാക്കാൻ, അങ്ങനെ ഓരോ ഐറ്റംസും ചെയ്ത ആൾക്കാർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൻ്റെ വക എല്ലാവർക്കും. അപ്പോൾ കുറേ ആൾക്കാർ ഉണ്ട്, 140 സംതിങ് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതൊന്നും വീഡിയോസും ഫോട്ടോസൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ബേക്കേഴ്സ് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടുള്ള കുറേ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബെസ്റ്റിൻ്റെ സാറും പിന്നെ നമ്മുടെ വ്ളോഗ് ഫോർ യു ഉള്ള അവരും കൂടി എല്ലാവരും കൂടി നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയും ഗിഫ്റ്റ് വാങ്ങും, അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ February 1st. അപ്പോൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ നല്ല പരിപാടി കളർഫുൾ ആക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. വ്ളോഗ് ഫോർ യുവിലെ കപ്പിൾസ് വന്നിട്ട്, പിന്നെ നമ്മുടെ ബേക്കേഴ്സ് ഫ്രണ്ട്സ് തന്നെ കുറേ ഒപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പരിപാടി കഴിയുന്നത് വരെ നല്ല ആക്റ്റീവായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളിലുള്ള കലാകാരികളെ എല്ലാവരും ഉണർത്തിയിട്ടുണ്ടായിരുന്നു. ബേക്കേഴ്സായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ബേക്കേഴ്സ്, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഇതുപോലെയുള്ള പല കലകളും പല കഴിവുകളും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെയും വീട്ടിലത്തെയും നമ്മുടെ നോർമലി ലൈഫിൽ നിന്നും ബേക്കിംഗ് ഫീൽഡിലോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലോട്ടേക്ക് വന്ന് ഇങ്ങനെ ഒരുപാട് കഴിവുകളും ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ബേക്കേഴ്സ് സൗഹൃദ കൂട്ടായ്മ എന്നുള്ള നമ്മുടെ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം. ഒരു വാട്സപ്പ് ത്രൂ നമ്മൾ ഉയർത്തിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പായിരുന്നു അത്. ഇന്നേക്ക് ഒരുപാട് മെമ്പേഴ്സ് 600-700 സംതിങ് മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് പാക്കിങ്ങും കൂടെ ഞാൻ ഇതിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോർഡിനേറ്റേഴ്സ് ഇതൊക്കെ ഒരുക്കി സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്തിരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോസിൽ 2-3 ഒരുമിച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേർതിരിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാക്കിങ്ങിൽ 2 ഐറ്റംസോ 3 ഐറ്റംസോ ഒക്കെ ആയിട്ട് കുറേ ഐറ്റംസൊക്കെ ആയിട്ട് നമ്മുടെ ബേക്കേഴ്സ് ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 100 സംതിങ് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. പിന്നെ സ്നാക്സ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പരിപാടിയുടെ തലേന്നാകുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റാക്കി നമ്മൾ ആ ഒരു റിസോർട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് എന്നിട്ട് രാവിലെ പോയിട്ടാണ് നമ്മളിതെല്ലാം കോർഡിനേഷൻ മൊത്തം സെറ്റാക്കിയത്. അപ്പം അൽഹംദുലില്ലാ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പരിപാടി വണ്ടർഫുള്ളാക്കി മാറ്റാനും അടിപൊളിയാക്കി മാറ്റാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ അവിടെ പോയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവരുടെ ഗിഫ്റ്റ് ഐറ്റംസ് കൊണ്ടുപോകാനുള്ള കവറും പിന്നെ ഗിഫ്റ്റും പിന്നെ ഒരുപാട് ഐറ്റംസും ഒക്കെ ഉണ്ട്. കൈമയുടെ അരിയും പ്രസ്റ്റിൻ്റെ കേക്ക് മിക്സും പിന്നെ നമ്മുടെ കേക്ക് സ്പെയറിൻ്റെ ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ തന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.